അയാൾക്ക് നിന്റെ അച്ഛൻ കൊടുക്കാനുള്ള ആ പണം ഞാൻ തരാം. നിന്റെ അച്ഛൻ ഭയങ്കര അഭിമാനിയാ, അതുകൊണ്ട് അയാളതിന് തയ്യാറാവില്ല. തെറ്റ് ചെയ്യാത്തവര് മാപ്പൊന്നും ചോദിക്കാറില്ല. ശരി, ഞാൻ മാപ്പ് ചോദിച്ചു എന്റെ കൂടപ്പിറപ്പിനോട്. അതില് എനിക്കൊരു കുറ്റബോധവുമില്ല. ഓ, ഉത്തരവാദിത്തമുള്ളൊരു സഹോദരൻ. അങ്ങനെയാണെങ്കിൽ ജീവിതകാലം മുഴുവൻ ഒരു സഹോദരന്റെ വേഷം കിട്ടിയങ്ങ് നടന്നാ പോരായിരുന്നോ? പാവപ്പെട്ടൊരു പെണ്ണിനെ ബോധം കെടുത്തിയിട്ടും അവളുടെ കഴുത്തിൽ അവൾ അറിയാതെ താലിയും കെട്ടി ഒരു നാറിയ പണി ചെയ്യണ്ടായിരുന്നു. മോനെ ജഗ, ഇതെന്താ ഇത്ര നേരായിട്ടും വന്ദനയും ദീമോളും വരാത്തത്? മോനൊന്നും വിളിച്ചു നോക്ക്. വന്ദനയുടെ മൊബൈൽ സ്വിച്ച് ഓഫാ. ഞാനും വിളിച്ചിരുന്നു, അപ്പോഴും സ്വിച്ച് ഓഫ് ആണെന്നാ പറഞ്ഞത്. ഈശ്വര, ഒന്നാമത് കാലക്കേടാ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ആ രാഖിയെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന്. അവൾ എന്തും ചെയ്യാൻ പഠിക്കാത്തവളാ. ഈ പാതിരാത്രിക്ക് എവിടെ ചെന്ന് തിരയാനാ? ജഗ, രാഖിയുടെ നമ്പർ കയ്യിലില്ലേ? അതിലൊന്ന് വിളിച്ചു നോക്കിയാലോ? അതിന് രാഖിയുടെ നമ്പറൊന്നും എന്റെ കയ്യിലില്ല. ഈശ്വര, എന്തു പരീക്ഷണ ഇത്!